ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഏതൊക്കെ പഠിച്ചത്? ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞു? സ്വരാക്ഷരങ്ങൾ പഠിച്ചു. പിന്നെ ഏതാ പഠിച്ചത്? വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ചില്ലക്ഷരം തുടങ്ങി ഇല്ലേ? ചില്ലക്ഷരത്തിൽ നിങ്ങൾ ഏതൊക്കെ പഠിച്ചു? 3 അക്ഷരം പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാ മാം പറഞ്ഞതായോ? ഏതൊക്കെയാ പഠിച്ചത്? എർ പഠിച്ചു ഇല്ലേ? എർ വെച്ചിട്ട് പഠിച്ചു, എൻ പഠിച്ചു, എൽ പഠിച്ചു, ഒക്കെ പഠിച്ചു അല്ലേ? നല്ല കുട്ടികളാണ്. ഒക്കെ ഞാൻ പറഞ്ഞതൊക്കെ എഴുതി പഠിച്ചു, ഒപ്പം വായിച്ചു പഠിച്ചു ഇല്ലേ? അങ്ങനെയാണെങ്കിൽ എൻ വെച്ച് 2 പദം ഒന്ന് പറഞ്ഞു തരുമോ? എൻ വെച്ചിട്ട് ഏതാ ഓർമ്മയിൽ വരുന്നത്? എൻ, മാൻ ഇല്ലേ? പിക്ചറിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ മാൻ. ഇനി വേറൊന്ന്, ഒരു മധുരമുള്ളത് ഏതാ? നമ്മൾ കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളത് തേൻ. പിന്നെ ഏതാ? മാൻ, മീൻ. ഒക്കെ ഏതക്ഷരമുണ്ട്? എന്നുണ്ട്. അവസാനത്തില് എന്നുണ്ട്. അതേസമയം തന്നെയാണെങ്കിലോ എറാണെങ്കിലോ എറാണെങ്കിൽ ഇഷ്ടമുള്ളത് ഏതൊരു വാഹനം? കാർ, കയർ, കറുണ്ട് അല്ലേ? പിന്നെ പഠിച്ചത് ഏതായിരുന്നു? എല്ല് വെച്ചിട്ട് പഠിച്ചത് ഏതാ? പിക്ചറ് മഴക്കാറൊക്കെ കാണുമ്പോൾ നൃത്തം ചെയ്യുന്ന ഒരു പക്ഷി ഉണ്ടല്ലോ, ഏതത്? മയിൽ. അതിലേതുണ്ട്? എൽ. കുയിൽ, കടൽ. ഇതിലൊക്കെ ഏതക്ഷരമുണ്ട്? എൽ എന്ന് പറയുന്ന അക്ഷരമുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതാ? ചില്ലക്ഷരം 5 എണ്ണാണ് ഉള്ളത്. ഏതൊക്കെയാണ് 5 എണ്ണം? എൻ, എർ, എൽ, എൾ, എൺ. ഇനി 2 എണ്ണം ബാക്കിയുണ്ട്. എൾ ഉണ്ട്, എണ്ണും ബാക്കിയുണ്ട്. എൾ എന്നതിൽ വെച്ചിട്ട് വരുന്ന വാക്ക് ഏതൊക്കെയാണ്? തേള് കുത്തു. തേള് നമ്മളെ കാണാതിരിക്കുകയാണെങ്കിൽ കുത്താൻ ഒരു ക്ഷുദ്ര ജീവി കൂടിയാണ് തേള്. പിന്നെ എള്ള് വെച്ചിട്ട് വേറെ ഒന്ന് പറഞ്ഞേ. വാൾ. ബാഹുബലി സിനിമയൊക്കെ കാണുമ്പോൾ കണ്ടിട്ടില്ലേ വാള്? കണ്ടിട്ടില്ലേ? നമ്മുടെ ടെസ്റ്റിൽ അതിന്റെ ചിത്രം ഉണ്ട്. അപ്പോ 2 എണ്ണം പറഞ്ഞു. ഏതാണ്? തേൾ, വാൾ. പിന്നെ ഇതിൽ വേറെ എള്ള് വരുന്നത് അവൾ, ഇവൾ. അതിലൊക്കെ ഏതക്ഷരമുണ്ട്? എള്ളുണ്ട്. ഇനി എൺ വെച്ചിട്ടൊന്ന് പറഞ്ഞേ. വീടിന്റെ ഒക്കെ കാണുന്നത് തൂണ്, കണ്ടിട്ടില്ലേ? തൂൺ. അതിലേതക്ഷരമുണ്ട്? എൺ. പിന്നെയോ കൂൺ. ആൺകുട്ടി, ആൺ. പെൺകുട്ടി, എൺ. അപ്പൊ അതിലൊക്കെ ഏതക്ഷരമുണ്ട്? എൺ. ഇപ്പൊ നമ്മൾ എത്ര എണ്ണം പഠിച്ചു കഴിഞ്ഞു? ചില്ലക്ഷരം 5 എണ്ണം. ഒന്ന് പറയാമോ? ഏതൊക്കെയാണ്? എൽ, എർ, എൻ, എൾ, എൺ. അങ്ങനെ 5 ചില്ലക്ഷരം പഠിച്ചു. ഞാൻ ചില്ലക്ഷരങ്ങൾ വെച്ചിട്ട് കൂടുതൽ പദങ്ങൾ നമുക്ക് പഠിക്കണം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. നമുക്ക് ആ പാഠം ഒന്ന് വായിക്കാം. ഞാൻ വായിക്കുമ്പോഴൊപ്പം വായിക്കണം. പാഠം 18 ചില്ലക്ഷരങ്ങൾ. എൻ, മാൻ. എർ, കാർ. എൽ, മയിൽ. എൾ, വാൾ. എൺ, തൂൺ. പിന്നെ അതിൻ്റെ അടിയിൽ കുറച്ച് പദങ്ങൾ കൂടിയുണ്ട്. അതുകൂടി വായിച്ചാലോ? ഒപ്പം വായിക്കാൻ പറ്റൂലോ? കൂൺ, കയർ, മുയൽ, തേൾ, ഞാൺ. പിന്നെയുള്ള പദങ്ങളോ? പാൽ, കാർ, കുയിൽ. അത്രയും പദങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി അക്ഷരങ്ങൾ എഴുതിയിട്ട് എങ്ങനെയാണ് കൂടുതൽ പദങ്ങൾക്ക് പഠിക്കാം. എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് നോക്കൂ. ഈ അക്ഷരം എന്താണ് വായിക്കുന്നത്? എൽ. എഴുതി വെച്ചിട്ട് 2 വാക്ക് പറഞ്ഞേ. വാൾ, വാൾ. അടുത്ത പദം ഒന്ന് പറയാമോ? എലിമേൻ പറഞ്ഞത് തേൾ. അങ്ങനെ മൂട്ടി എഴുതണം. തേൾ. 2 പദം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വാൾ, തേൾ. അടുത്ത അക്ഷരമാണ് എൻ. എൻ വെച്ചിട്ട് നമ്മൾ ഏതാ പഠിച്ചത്? ഏതാ പറഞ്ഞത്? തൂൺ. എൻ, തൂൺ. പിന്നെ വേറെ വാക്ക് പറയാമോ? കൂൺ. കാനേരി, കൂനേരി, എൺ. എങ്ങനെ ചേർത്ത് വായിക്കോ? കൂൺ. 2 പദങ്ങൾ വായിച്ചു. ഏതൊക്കെയാണ്? തൂൺ, കൂൺ. എള്ള് വെച്ചിട്ട് വാൾ, തേൾ. എണ്ണ വെച്ചിട്ട് തൂൺ, കൂൺ. അപ്പോ ചില അക്ഷരങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ അക്ഷരങ്ങളൊക്കെ 5 പ്രാവശ്യം നിങ്ങൾ റഫ് ബുക്കില് എഴുതി പഠിക്കണം. നോട്ട്സ് എഴുതിയെടുക്കണം. യൂട്യൂബ് വീഡിയോ കാണണം. ഇനി അടുത്ത ക്ലാസ്സുമായി നമുക്ക് അടുത്ത അക്ഷരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.